ഹായ് ഓൾ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ആൻഡ് റെലവൻറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് വീഡിയോ ആണിത്. ഇതിന് മുന്നുള്ള വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോസ് പോയി കാണാം. ആൻഡ് ഈ ഒരു ടോപ്പിക്കിനെ ഡെപ്തായിട്ട് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ, അതായത് ഈ ടോപ്പിക്കിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സെക്ഷൻ ഇയുടെ പ്ലേലിസ്റ്റിൽ ഈ ഒരു ടോപ്പിക് എക്സ്പ്ലെയിനർ വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് സെഗ്മെന്റ് ആണ്. ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. ടോപ്പിക് ഫുള്ള് കവർ ചെയ്യുന്നത് എക്സ്പ്ലെയിനർ വീഡിയോസിലായിരിക്കും. അപ്പം ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ആൻഡ് റെലവൻറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, സെക്ഷൻ ഇയുടെ പ്ലേലിസ്റ്റ് വാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് Lawson INC is expanding its manufacturing plant which requires an investment of 4 million. ആ ഒരു പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാണ് അല്ലേ. എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എത്രയാണ് കോസ്റ്റ് വരുന്നത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 4 million ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ന്യൂ എക്യുപ്മെന്റ് ആൻഡ് പ്ലാൻ മോഡിഫിക്കേഷൻ. പുതിയ എക്യുപ്മെന്റ്സ് വാങ്ങാനും എക്സിസ്റ്റിംഗ് ഉള്ള പ്ലാനിലെ മോഡിഫിക്കേഷൻസിനൊക്കെ വേണ്ടി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത് എത്രയാണ്? 4 million ആണ്. Lawson's sales are expected to increase by 3 million per year ആസ് എ റിസൾട്ട് ഓഫ് ദ എക്സ്പാൻഷൻ. അപ്പം നമ്മൾ എന്ത് മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നുണ്ട്, പ്ലാനിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നുണ്ട്, പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പം ഇതിൽ എക്യുപ്മെൻറ്റ്സിൽ പുതിയ എക്യുപ്മെൻറ്റ് വാങ്ങുന്നുണ്ട്, എക്സിസ്റ്റിംഗ് ഉള്ള പ്ലാനിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നത്? നമ്മൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ സെയിൽസും കൂടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ സെയിൽസ് 3 million ആണ് കൂടുന്നത്. 3 million ആണ് കൂടുന്നത്, വിച്ച് ഇസ് എ റെലവൻറ്റ് കോസ്റ്റ് അല്ലെ. റെലവൻറ്റ് ഇൻഫർമേഷൻ ആണ് അല്ലേ. റെലവൻറ്റ് ഇൻഫർമേഷൻ കാരണം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രം നമുക്ക് വരുന്ന സെയിൽസിൽ വരുന്ന ഇൻക്രീസ് ആണിത്, വിച്ച് ഇസ് റെലവൻറ്റ്. ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസെറ്റ്സ് ആവറേജ് 30% ഓഫ് സെയിൽസ്. കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സെയിൽസിന്റെ 30% ആണ്. കറണ്ട് അസെറ്റ് is equal to 30% of sales. ഇനി നോക്കുക, അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് അതർ കറണ്ട് ലയബിലിറ്റീസ് ആർ 10% ഓഫ് സെയിൽസ്. എന്താ ഉദ്ദേശിക്കുന്നത്? അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാലും കറണ്ട് ലയബിലിറ്റീൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സോ ഇവിടെ വെറുതെ ആൻഡ് അതർ കറണ്ട് ലയബിലിറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 10% ഓഫ് ദ സെയിൽസ് ആണ്. ഇത് വെറുതെ ഒന്ന് എടുത്ത് പറഞ്ഞെന്നുള്ളൂ അക്കൗണ്ട്സ് പേയബിൾ. അല്ലെങ്കിൽ വെറും കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഓക്കെ, ആർ 10% ഓഫ് സെയിൽസ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 10% ഓഫ് സെയിൽസ് ആണ്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 30% ഓഫ് സെയിലാണ്. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 10% ഓഫ് സെയിലാണ്. ഓക്കെ, വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദിസ് എക്സ്പാൻഷൻ? അപ്പോൾ നമ്മൾ ഈ എക്സ്പാൻഷൻ ചെയ്യുന്നില്ലേ, അപ്പോൾ ഇതിൽ വരുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? അവിടെ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ വോൾ ലൈഫിനെ നമുക്ക് മൂന്നായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റത്തത് ഇയർ 0, അതായത് ഇൻവെസ്റ്റിംഗ് ഇയർ. ഈ പീരീഡിൽ നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും, നമ്മൾക്ക് ഔട്ട്ഫ്ലോ ആയിരിക്കും വരിക അല്ലേ. അപ്പം എന്താണ് ഇൻവെസ്റ്റിംഗ് ഇയർ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ലൈഫിൽ വരുന്ന ഓപ്പറേറ്റിംഗ് ലൈഫ് നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങുന്നത് അതെന്താണ്? ആൻഡ് എൻഡിൽ ഡിസ്പോസൽ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ മൂന്നായിട്ടാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ തരംതിരിക്കുന്നത്. എന്താണ്? ഇയർ 0 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, ദെൻ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന ഒരു പീരീഡ് ഉണ്ട്, ദെൻ അറ്റ് ദ എൻഡിലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്. ഇങ്ങനെ മൂന്നായിട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലൈഫിനെ നമ്മൾ തരംതിരിക്കുന്നത്. ഇതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിനർ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഡൗട്ടുള്ള ആൾക്കാർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇയർ 0 ഇൻവെസ്റ്റ്മെൻറ്റ് ഇയറിൽ നമുക്ക് ടോട്ടൽ എത്രയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്? ടോട്ടൽ വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്? ടോട്ടൽ നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയർ 0? ഇതാണ് ചോദിക്കുന്നത്. ഇയർ 0 എന്തൊക്കെ വരും? ഇയർ 0 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അതായത് പുതിയ എക്യുപ്മെൻറ്റ് വാങ്ങാനും പ്ലാനിലുള്ള മോഡിഫിക്കേഷനൊക്കെ ആയിട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ എത്രയാണത്? വിച്ച് ഇസ് 4 million ഹിയർ. 4 million. ഓക്കെ, ഇനി എന്ത് വരും? നമ്മളൊരു പുതിയൊരു മെഷീനറിയും എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേടിച്ച് വെച്ചാൽ മതിയോ? ടെമ്പററി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് വേണ്ടി വരും? ചിലപ്പോൾ കുറച്ച് ഇൻവെൻറ്ററി വേണ്ടി വരും, കുറച്ച് റോ മെറ്റീരിയൽസ് വേണ്ടി വരും. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? ഇതിനാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. സോ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ അത് ഡയറക്റ്റ്ലി വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല.
ഓക്കെ എടാ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇയർ 0ൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഐറ്റംസ് ഉണ്ടാവുക എന്നുള്ളത്. ഇയർ 0ൻ്റെ അകത്ത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും, ദെൻ ലൈക്ക് ഓൾഡ് മെഷീനറി. നമ്മളിപ്പോൾ ഒരു പുതിയൊരു മെഷീനറി, ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പുതിയൊരു മെഷീനറി വാങ്ങുകയാണെങ്കിൽ പണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീനറി ഇല്ലേ, അതിനെ ഡിസ്പോസ് ചെയ്യില്ലേ, ആ ഒരു ഐറ്റം കൂടി എന്തുണ്ടാവും, ഇയർ 0ൻ്റെ അകത്ത് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ പോലെ സംശയമുള്ള ആൾക്കാർ ആ ഒരു വീഡിയോ പോയി കാണും. ഓക്കെ, എക്സ്പ്ലെയിനറിൽ ആ ഒരു വീഡിയോ പോയി കാണാം. സോ ഇയർ 0ൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 4 million ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് എത്രയാണ് വരുന്നത്? നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റിൽ തന്നിട്ടില്ല, പക്ഷെ നമുക്കൊരു കാര്യം അറിയാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്, അല്ലേ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. പക്ഷേ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഇവിടെ ഡയറക്ട്ലി തന്നിട്ടുണ്ടോ? ഇല്ല. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 30% ഓഫ് ദ സെയിൽസ് ആണ്. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 10% ഓഫ് ദ സെയിൽസ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിൻ്റെയും ഡിഫറൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയായിരിക്കും? 30% ഓഫ് സെയിൽസ് മൈനസ് 10% ഓഫ് ദ സെയിൽസ്, ദാറ്റ് ഈസ് 20% ഓഫ് സെയിൽസ്. കറണ്ട് അസറ്റ് 30% സെയിൽസിൻ്റെ, കറണ്ട് ലയബിലിറ്റി 10% സെയിൽസിൻ്റെ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയായിരിക്കും? 20% ആയിരിക്കും സെയിൽസിൻ്റെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെയിൽസ് എത്രയാണ് നമുക്ക് ഇൻക്രീസ് ആവുന്നത്? 3 million ആണ് സെയിൽസ് ഇൻക്രീസ് ആവുന്നത്. 3 million. അതിൻ്റെ 20% എന്താണ്? എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ 3 million ഇൻറ്റു 20%. അപ്പം എത്രയാണ്? 600K അല്ലേ? 600K. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് 600K കിട്ടി. ആൻഡ് ഓൾഡ് മെഷീനറിയോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നമുക്കൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 4 million പ്ലസ് 600K, ദാറ്റ് ഈസ് 4.6 million. ക്ലിയർ ആണോ? അപ്പം ഇയർ 0ൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വരിക? ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമ്മൾക്ക് റിട്ടേൺസ് കിട്ടി തുടങ്ങുന്ന ഒരു ഓപ്പറേറ്റിംഗ് ലൈഫ് ഉണ്ട്. ആ ലൈഫിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരിക? അറ്റ് ദ എൻഡ് ഡിസ്പോസ് ചെയ്യുമ്പോൾ, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ എക്സ്പ്ലെയിനർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, ഇത് കാണുമ്പം കൺഫ്യൂഷൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയി കാണുക, ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. QLP Corporation is planning to build a new plant but wishes to complete a capital investment analysis before deciding to proceed with the construction. ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ടുള്ള തീരുമാനമാണ്. പക്ഷേ കൺസ്ട്രക്ഷൻ്റെ മുന്നേ ആയിട്ട്, ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ മുന്നേ ആയിട്ട് അവരൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് നടത്തുകയാണ്. ഓക്കെ, ഈ ഒരു കൺസ്ട്രക്ഷനുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ്. ഓക്കെ, അത് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുകയാണ്. ദ ഫോളോയിങ് കോസ്റ്റ് ഡാറ്റ ഹാസ് ബീൻ കളക്റ്റഡ്. The land on which the plant will be built was purchased 8 years ago for 835,000. നമ്മൾ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ലാൻഡില്ലേ, ഒരു സ്ഥലം വേണ്ടേ ആദ്യം? ആ ഭൂമിയിലല്ലേ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഭൂമി നമ്മൾ 8 വർഷം മുന്നേ വാങ്ങിയിട്ടുണ്ട്. എത്ര രൂപയ്ക്ക്? 835,000 രൂപയല്ല, $835,000. ഓക്കെ, 8 വർഷം മുന്നേ വാങ്ങിയിട്ടുണ്ട്. ബട്ട് a recent appraisal indicates that the current value of the land is 2.2 million. ആ ലാൻഡിന് ഇന്ന് ഞാൻ വാങ്ങിയ സമയത്ത് 835,000 ആണെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ എത്രയാ? ഇന്ന് അതിൻ്റെ വാല്യൂ 2.2 million ആണ്. പൈസക്കാരനായില്ലേ? 2.2 million ആണ്. ദ പ്ലാൻ വിൽ കോസ്റ്റ് 8.4 million ടു കൺസ്ട്രക്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഇപ്പം ഇന്ന് ആ ഭൂമിയുടെ വില 2.2 million ആണ്. ആൻഡ് ആ ഒരു ലാൻഡിൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾക്ക് വരുന്ന ചിലവ് എത്രയാ? കൺസ്ട്രക്ഷൻ നടത്താനായിട്ട് ചിലവ് വരില്ലോ. എത്രയാണ്? 8.4 million ആണ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഇയർ QLP paid a consulting company 800,000 for an environmental impact study on the new plant. അപ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കുമ്പം നമ്മൾ സ്റ്റഡി ചെയ്യും. അത് ഇപ്പം ലെറ്റ്സ് സേ നിങ്ങൾ പണ്ട് മരടിൽ ഫ്ലാറ്റ് പൊളിച്ചതൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഫ്ലാറ്റ് അങ്ങനെ ആ ഒരു പുഴേൻ്റെ തീരത്ത് ഉണ്ടാക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് എന്താണ്, അതിനെ നമ്മൾ എന്ത് ചെയ്തു? പൊളിച്ചു കളഞ്ഞു. അപ്പം ആലോചിച്ച് നോക്കുക, അതിനെയാണ് എൻവയോൺമെൻറ്റൽ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുക. ചിലപ്പോൾ അങ്ങനത്തെ ഉണ്ടാക്കാൻ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ, അല്ലേ? അല്ലെങ്കിൽ വേൾഡിൽ എവിടെയാണെങ്കിലും കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ സ്ഥലമാണോ?
അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ലൈക്ക് എൻവയോൺമെൻ്റലി പ്രോൺ ഏരിയാസ് ഉണ്ടാവും, പെട്ടെന്ന് ഉരുൾപൊട്ടലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെയൊക്കെ ഇത്രയും വലിയ കൺസ്ട്രക്ഷൻ നടത്തുന്നതിന് മുന്നേ അവിടെ സ്റ്റഡി നടത്തും, ഫീസിബിലിറ്റി സ്റ്റഡി നടത്തും. ഇപ്പോൾ നമ്മൾ മെട്രോ ഒക്കെ പോകുമ്പം മെട്രോ ഒക്കെ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ അവിടെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തും, ഒരു എൻവയോൺമെൻറ്റൽ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തും. ഇതേപോലെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ് അവിടെ കറക്റ്റായിട്ടുള്ള സ്ഥലത്താണോ, അതുമൂലം ബാക്കി എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും കേടുണ്ടാവുമോ, അങ്ങനത്തെ ഒരു ഇമ്പാക്ട്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് സ്റ്റഡി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് വന്ന കൺസൾട്ടേഷൻ ഫീ എന്ന് പറയുന്നത്, ഓക്കെ, കൺസൾട്ടേഷൻ ഫീ എന്ന് പറയുന്നത് 800,000 ആണ്. അത് എപ്പോഴാണ് നമ്മൾ കൊടുത്തത്? ലാസ്റ്റ് ഇയറിലാണ് കൊടുത്തത്. തൊട്ട് മുന്നത്തെ വർഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് കൊടുത്തത്. What total cost figure should QLP Corporation use in the capital investment analysis of the new plant? എന്താ ചോദിക്കുന്നത്? The total cost figure should QLP Corporation use in capital investment analysis. Capital investment analysis ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ അകത്ത് റെലവൻറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഇറലവൻറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? റെലവൻറ്റ് കോസ്റ്റ് ചെയ്താന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്യുക, അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇപ്പോൾ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോസ്റ്റ് എത്രയാണ്? ഈ ഒരു ഭൂമി, നമ്മൾ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുന്ന ആ ഭൂമി 8 വർഷം മുന്നേ നമ്മൾ മേടിച്ചതാണ്. 8 വർഷം മുന്നേ നമ്മൾ മേടിച്ചതാണ്. ആ ഭൂമിക്ക് അന്ന് എത്രയ്ക്കാണ് മേടിച്ചത്? 835,000 മേടിച്ചത്. ഇത് റെലവൻ്റ് ആണോ? ഇത് റെലവൻ്റ് ആണോ? ആലോചിച്ച് നോക്ക്. 8 വർഷം മുന്നേ ഞാൻ കൊടുത്തു പോയ കോസ്റ്റാണ്, അല്ലെങ്കിൽ കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. അത് കൊടുത്തു കഴിഞ്ഞു. ഭാവിയിലുള്ള തീരുമാനങ്ങൾക്ക് ഇനി അതിനെ മാറ്റാനായിട്ട് പറ്റില്ല. വിച്ച് ഇസ് എ സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് ഒക്കെ എപ്പോഴും ഇറലവൻ്റ് ആണ്, ഡിസിഷൻ എടുക്കാനായിട്ട് ഇറലവൻ്റ് ആണ്. ക്ലിയർ? ഓക്കെ, ഇനി അതിൻ്റെ ഇപ്പോഴത്തെ വില, ആ ഒരു ഭൂമിയുടെ ഇപ്പോഴത്തെ വില എത്രയാണ്? 2.2 million, വിച്ച് ഇസ് റെലവൻറ്റ്. കാരണം ഞാനിവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഭൂമി ഞാൻ വിറ്റു. ഞാൻ അവിടെ ബിൽഡിംഗ് പണിയുന്നതിന് പകരം ഞാൻ ഈ ഭൂമി ഇപ്പം കറൻ്റ്ലി ഇന്ന് ഞാൻ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് ഗെറ്റ് എത്ര? 2.2 million എനിക്ക് കിട്ടും. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഞാൻ ആ സ്ഥലത്ത് കൺസ്ട്രക്ഷൻ നടത്താണ്ട് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഭൂമി സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ 2.2 million എനിക്ക് കിട്ടും. സോ ഞാൻ അതിന് പകരം കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വന്നിട്ടില്ലേ? അല്ലേ? വിറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് 2.2 million കിട്ടായിരുന്നു. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. നമ്മളിത് കൺസിഡർ ചെയ്യണം, വിച്ച് ഇസ് റെലവൻറ്റ്. ഇന്നത്തെ മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ, അത് നമ്മളെ സംബന്ധിച്ചോളം എന്താണ്? റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഓക്കെ, ദ പ്ലാന്റ്, ദെൻ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ്? 8.4 million, വിച്ച് ഇസ് ഓൾസോ റെലവൻറ്റ്. അല്ലേ? റെലവൻ്റ് ആണ്. എത്ര കോസ്റ്റ് നമുക്ക് വരും കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്? ഓക്കെ, അത് റെലവൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് ഇയറിൽ എനിക്ക് കൺസൾട്ടേഷൻ ഫീസായിട്ട്, ഓക്കെ, കൺസൾട്ടേഷൻ ഫീസായിട്ട് 800,000 ഞാൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ കൊടുത്തു കഴിഞ്ഞ കോസ്റ്റിന് ഇന്നത്തെ ഡിസിഷൻസിനെ ലൈക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കൊടുത്തു കഴിഞ്ഞു, വിച്ച് ഇസ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് ഈസ് ഓൾവേസ് ഇറലവൻറ്റ്. സങ്ക് കോസ്റ്റ് ഈസ് ഓൾവേസ് ഇറലവൻറ്റ്. ഇപ്പോൾ 800K നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ എന്തൊക്കെ കോസ്റ്റാണ് ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നത്? ഇന്നത്തെ ആ ഒരു ഭൂമിയുടെ വാല്യൂ, ഇന്നത്തെ വാല്യൂ. കാരണം ഞാനവിടെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഞാനത് വിറ്റാൽ എനിക്ക് എത്ര കിട്ടും? 2.2 million കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ആൻഡ് അവിടെ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എനിക്ക് വരുന്ന കോസ്റ്റ് 8.4 million. അതും ഞാൻ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം, വിച്ച് ഇസ് റെലവൻറ്റ്. കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 800K ആണ്. വിച്ച് ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്തു കഴിഞ്ഞു, അത് കൊടുത്ത് ഒഴിവാക്കി കഴിഞ്ഞു. അതിന് ഇനി ഭാവിയിലുള്ള ഞാൻ ലൈക്ക് എൻവയോൺമെൻറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി, അവിടെ എനിക്ക് ഇത്ര ചിലവ് വന്നു, അത് ഇന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാനവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ അതിന് വരെ ലാൻഡ് വിൽക്കണോ എന്ത് തീരുമാനിക്കുന്നതിലും ആ ഒരു സാധനം എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് ഞാൻ പണ്ടേ എങ്ങോ കൊടുത്തു കഴിഞ്ഞു. അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഈ ഒരു 800K ഞാൻ അവിടെ ചിലവാക്കിയെന്ന് വെച്ചിട്ട് എൻ്റെ ഇന്നത്തെ ബിൽഡിംഗ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ വിൽക്കണോ എന്നുള്ള തീരുമാനത്തിന് അതിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന കോസ്റ്റ് ഈസ് 2.2 million ഫോർ ലാൻഡ് ആൻഡ് 8.4 million ഫോർ കൺസ്ട്രക്ഷൻ. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 2.2 million പ്ലസ് 8.4 million, ദാറ്റ് ഈസ് 10.6 million കിട്ടും. ദിസ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
10.6 million ആണ്. എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ നമ്മൾ റെലവൻറ്റ് കോസ്റ്റസ് മാത്രമാണ് എടുക്കുക. ഓക്കെ, ഇറലവൻ്റ് ആയിട്ടുള്ള സൺ കോസ്റ്റസ് നമ്മൾ ഒഴിവാക്കും. കാരണം നമ്മളൊരു തീരുമാനം എടുക്കാനാണ് പോകുന്നത്. പണ്ടെങ്കോ നമ്മൾ കൊടുത്ത ഒരു എമൗണ്ട് നമുക്ക് ഭാവിയിലുള്ള തീരുമാനത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വിച്ച് ഇസ് സൺ കോസ്റ്റ്. എല്ലാവരും ആലോചിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പം ഇതിൻ്റെ എക്സ്പ്ലെയിൻ വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട ആൾക്കാർ ആ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ സെക്ഷൻ ഇതിൻ്റെ പ്ലേലിസ്റ്റിലൊന്ന് ചെക്ക് ചെയ്യുക. അതിൽ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഉണ്ടാവും, അതിനകത്ത് ടോപ്പിക്കിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയുന്നുണ്ടാവും. അപ്പം ബാക്കിയുള്ളവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.